ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ അധികം നാളുകൾക്ക് ശേഷം തന്നെ ഒരു ലോങ് എന്ന് പറഞ്ഞൊരു 4 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആട്ടോ. കുറച്ചധികം നാളായി ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തിട്ടിട്ട്, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വ്യൂസൊക്കെ കുറവുള്ളതുകൊണ്ടാണ് പൊതുവേ ഞാൻ ഈ ലോങ് വീഡിയോസ് ഒന്നും എടുക്കാറ് കേട്ടോ. അപ്പോൾ എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആവുന്നേ വിചാരിച്ചു. വേറെ ഒന്നുമില്ല, രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ണികളെ സ്കൂളിൽ വിടുന്ന കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെറുതായിട്ട് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ നല്ല മടിയാണ് പോകാനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് നമുക്ക് മഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പ്രശ്നത്തിലൊക്കെ ആയിരുന്നല്ലോ. എല്ലാവരും സേഫായിട്ടിരിക്കുന്ന ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് സ്കൂളുണ്ട് കേട്ടോ. കുറച്ച് ദിവസങ്ങളായിട്ട് തൃശ്ശൂരിനും മിക്ക ദിവസം അവധിയായിരുന്നു. അപ്പോൾ ഉണ്ണിയോള് കുറച്ചധികം ദിവസങ്ങളായിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് പോകണം എന്നുള്ളൊരു കാര്യം വന്നപ്പോഴത്തേക്കിനും നല്ല മടിയായി. ഞാനതൊന്നും കാര്യത്തിൽ കണക്കിലെടുക്കാണ്ട് ഞാൻ അവരെ റെഡിയാക്കി എന്തായാലും സ്കൂളിലേക്ക് വിടും. കാരണം ഇങ്ങനെ പോകാണ്ടിരുന്നാൽ മടി കൂടി വരികയുള്ളൂ. സ്കൂളിനോടുള്ള ഒരു ഇഷ്ടം വരണമെങ്കിൽ എല്ലാ ദിവസവും പോകണം. അപ്പോൾ ഞാൻ അവരുടെ ടൈം ടേബിളൊക്കെ അനുസരിച്ച് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്സും രണ്ട് പേർക്കും ഇങ്ങനെ കവറിലാക്കിയാട്ടോ ഞാൻ കൊടുത്തു വിടുന്നത്. കുട്ടികളല്ലേ, വാട്ടർ ബോട്ടിലൊക്കെ തുറന്ന് വെള്ളമൊക്കെ പോയി അല്ലെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ക്ലിയറായിട്ട് അടച്ചൊക്കെ വെച്ചില്ലെങ്കിൽ അതിൻ്റെയൊക്കെ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കൊക്കെ നാശാവില്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സെക്യൂർ ചെയ്താണ് കൊടുത്തു വിടുന്നത്. അതിൽ രണ്ടുപേരും അത്ര സൂക്ഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് ഇത്തിരി പുറകോട്ടാണ് സൂക്ഷിക്കുന്ന കാര്യത്തിൽ. വാവ പിന്നെയും സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്കും ഇങ്ങനൊരു ചിന്ത വരും, അമ്മ ഇങ്ങനെയാണ് തന്നു വിട്ടേന്ന്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ സെറ്റാക്കിയാണ് കൊടുക്കുന്നത്. അവർക്ക് ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, നോട്ട് ബുക്സ്, പിന്നെ ടവൽസ് എല്ലാം ഞാൻ വെച്ചു. അപ്പോൾ തന്നെ എൻ്റെ പണി കുറച്ചധികം കഴിഞ്ഞു കേട്ടോ. ഇനിയുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരിക എന്നാട്ടോ. ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ട്. ഞാൻ പൊതുവെ ഒരു 6:45 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനാട്ടോ അവരെ ഒന്ന് കുത്തി എഴുന്നേൽപ്പിക്കുക. ചിലപ്പോൾ ഞാനൊരു 6:45 കഴിയുമ്പോഴേ ഇങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് തുടങ്ങും. ഒരു റൊട്ടീനൊക്കെ ആക്കണം. പക്ഷേ കുഞ്ഞു കുട്ടികളല്ലേ, ഒന്ന് സെറ്റായി വരാൻ ഇത്തിരി ടൈം എടുക്കും. അങ്ങനെ കുഞ്ഞിന് വലിയ പ്രശ്നമൊന്നുമില്ല. ദൈവത്തെയൊക്കെ രാവിലെ വിളിപ്പിച്ച് ഒന്ന് കൊഞ്ചിച്ച് തലോടിയൊക്കെ ഞാനൊന്ന് സെറ്റാക്കി അവിടെ ഇരുത്തി. പക്ഷേ വാവ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അവനാകെ മടിയായിട്ട് എൻ്റെ കയ്യിലിരിക്കണ പോലും ഉണ്ടായില്ല. അങ്ങോട്ട് കൂന്തളിക്കായിരുന്നു ഇരുന്നിട്ട്. അവന് സ്കൂളിൽ പോകണ്ട. അപ്പം ഞാനിങ്ങനെ പറയാണ്, ഒന്ന് സ്കൂളിൽ പോയിക്കോ, അതിനെന്താ ഇത്രയും ദിവസം വീട്ടിൽ കളിക്കല്ലായിരുന്നോ, നീ പഠിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സെറ്റാക്കുകയാണ്. എനിക്ക് സ്കൂളിൽ പോകേണ്ട അമ്മേന്ന് പറഞ്ഞിട്ട് നല്ല കരച്ചിലായിരുന്നു രാവിലെ കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് ഒരു ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടായെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. കുട്ടികൾ സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിൽ പോകുക തന്നെ ചെയ്യണം. എനിക്കിങ്ങനെ അവധി എടുപ്പിച്ച് വീട്ടിലിരുത്തി കൊഞ്ചിപ്പിച്ചിരുത്തണതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ. ലീവുള്ള സമയത്ത് നമ്മൾ വീട്ടിലിരുത്തും. പക്ഷേ സ്കൂളിൽ പോയി പഠിക്കേണ്ട സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് പോയില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് കുട്ടികളും പേരൻസ് ഫേസ് ചെയ്യേണ്ട വരും കേട്ടോ. അപ്പോൾ എനിക്കതിനോടൊന്നും താല്പര്യമില്ല. മാക്സിമം ആ ഒരു രീതിയും ശീലവും കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്ന കാര്യം കേട്ടോ. അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഓമക്കുട്ടിയും ഉണർന്ന് വന്നു കേട്ടോ. അപ്പോൾ അവളെയും ഒന്ന് എടുത്ത് ലാളിച്ച് കൊഞ്ചിച്ച് സെറ്റാക്കി ഇരിക്കണം ഇച്ചിരി നേരം. പുള്ളിക്കാരത്തേക്കൊന്നും ഞാൻ എടുത്തില്ലെങ്കിൽ പെട്ടെന്നൊരു വിഷമാവും കേട്ടോ. രാവിലെ തന്നെ ഒന്ന് എടുത്ത് ഇത്തിരി നേരം ഒന്ന് കൊഞ്ചിക്കണം. അപ്പോൾ കുഞ്ഞ് നല്ല വാശി, ഓമൂന് എൻ്റെ കയ്യിൽത്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവൻ്റെ മടിയിലോട്ടൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കൈ എൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തെങ്കിലും എൻ്റെ കൈ ഇങ്ങനെ ഒരു സപ്പോർട്ട് പോലെ ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഒരു കുഴിങ്ങനെ ഉള്ളിലോട്ട് കയറി ഇരിക്കുന്നുണ്ട്. അങ്ങനെ മടിലോട്ട് വെച്ച് കൊടുത്തപ്പോഴത്തേക്കിനും അവൾ കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ അവളെ എടുത്തിട്ട് വാവനെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവളെ എടുത്ത് കൊഞ്ചിച്ച് ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം രണ്ടുപേരെയും പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തു കേട്ടോ. അവസാനം യൂണിഫോമൊക്കെ ഇട്ട് നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അയ്യോ, ഇതുവരെയുള്ള പണിപ്പാടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നേ, എല്ലാ അമ്മമാർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കുറച്ചധികം ദിവസം സ്കൂളിൽ പോകാണ്ടിരുന്നിട്ട് പിന്നെ പോകുമ്പോൾ നല്ല മടിയായിരിക്കും. അത് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടുക എന്ന് പറയുന്നത്, എൻ്റെ മുന്നേ എനിക്ക് ആലോചിച്ചുകൂടാ, അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. കുട്ടികൾ കരഞ്ഞ് വാശി പിടിച്ച് കാണാനൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ അവർ സ്കൂളിലേക്ക് പോയി. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ രാവിലത്തെ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.